സുഹൃത്തുക്കളെ, എന്നൊരു പുസ്തകത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ബിയോണ്ട് ദ പേജിലേക്ക് ഒരു പുസ്തകത്തെ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ചുവന്ന മണ്ണും നടന്ന പാതകളും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ചുവന്ന മണ്ണും നടന്ന പാതകളും. പാലോളി മുഹമ്മദ് കുട്ടി എന്ന മലപ്പുറം ജില്ലയിലെ CPMൻ്റെ അത്യുന്നത നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം വരെ എത്തിയിട്ടുള്ള കറകളഞ്ഞ ജീവിതത്തിൻ്റെ, ആദർശ ജീവിതത്തിൻ്റെ ആൾരൂപമായ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുമായി P. സക്കീർ ഹുസൈൻ എന്ന കരുവാരകുണ്ടിലുള്ള പത്രപ്രവർത്തകൻ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ചുവന്ന മണ്ണും നടന്ന പാതകളും എന്ന ഈ പുസ്തകം. തീർച്ചയായും ഈ പുസ്തകം വളരെയധികം മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്രമാത്രം തെളിമയാർന്ന ജീവിതത്തിലൂടെ, ആദർശാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ, അഴിമതിരഹിതമായ പ്രവർത്തനങ്ങളിലൂടെ വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് സ്വന്തം സൗകര്യങ്ങൾ നോക്കാതെ അഴിമതിയുടെ ലവലേശം പോലും കറ പുരളാത്ത ജീവിതം നയിച്ചുകൊണ്ട് ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ചുള്ളതാണ് ഈ പുസ്തകം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായും സക്കീർ ഹുസൈൻ എന്ന പത്രപ്രവർത്തകൻ നടത്തിയിട്ടുള്ളത് പാലോളി മുഹമ്മദ് കുട്ടി എന്ന ജീവിക്കുന്ന വിപ്ലവകാരിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു സമർപ്പണം തന്നെയാണ്. ഒരു സ്മാരകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 112 പേജുകളുള്ള ചെറിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ. പുസ്തകം തുടങ്ങുന്നത് ഈ സക്കീർ ഹുസൈൻ തൻ്റെ ബാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് തരിശ് പുൽവെട്ട അങ്ങാടിയിലേക്ക്, ആ പുൽവെട്ട എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. കരുവാരകുണ്ട് കിഴക്കേത്തലക്ക് സമീപമുള്ള ഒരു പ്രദേശമാണ്. അങ്ങാടിയിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അങ്ങേ തലക്കൽ ഒരു ജാഥ പുറപ്പെട്ടിരുന്നു. സഖാക്കളുടെ ജാഥ, ചെങ്കൊടിയേന്തി സുറൂങ്കുറ്റിയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ആവേശഭരിതമായൊരു ജാഥ നടന്നു വരുന്നത് കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ്. വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ അത് ഉയർത്തിയിരുന്നു. അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള പോരാട്ടത്തിൻ്റെ വിളംബരമായി വന്നിരുന്ന ആ ജാഥ സുറൂങ്കുറ്റിയും കത്തിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം എന്ന് പറയുന്ന രീതിയിൽ വന്നിരുന്ന ആ ജാഥയുടെ ഒരു ഓർമ്മയാണ് സക്കീർ ഹുസൈനെ ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് പ്രചോദനമായി വന്നത് എന്നാണ് അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. ആ ജാഥ അന്ന് കിഴക്കേത്തല അങ്ങാടിയിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി പ്രസംഗിക്കുന്നതിൻ്റെ പ്രചരണാർത്ഥം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇദ്ദേഹം പാലോളിയെ മനസ്സിൽ സൂക്ഷിക്കുന്നതും പിന്നീട് പത്രപ്രവർത്തകനായി മലപ്പുറത്ത് ദീർഘകാലം മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ പ്രവർത്തിച്ചപ്പോൾ പരിചയപ്പെട്ട പാലോളിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം സക്കീർ ഹുസൈൻ രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി ആദ്യമായി എങ്ങനെയാണ് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടമായി രംഗപ്രവേശനം ചെയ്തത് എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ചൂളൂർ ആണ്ടിയുടെ ചായക്കടയിൻ്റെ ബെഞ്ചിലിരുന്ന് ചായ കുടിച്ചതിനാൽ നാടിക്ക് അന്ന് പ്രമാണിമാരുടെ മർദ്ദനമേൽക്കേണ്ടി വന്ന ഒരു സംഭവം ഇദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ ചൂളൂർ അങ്ങാടി എന്നുള്ളത് പാലോളിയുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ ചായമക്കാനിയിലിരുന്ന് ചായ കുടിച്ചതിന് നാടിക്ക് പ്രമാണിയിൽ നിന്നേറ്റ മർദ്ദനം നൽകിക്കൊണ്ടുള്ള മർദ്ദനമാണ്. പാലോളി അത് കണ്ടുകൊണ്ടിരുന്ന ചെറുപ്രായത്തിൽ അത് സഹിക്കവയ്യാതെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനം പിന്നീട് നാടിയെ കൈ പിടിച്ചുകൊണ്ട് അതേ ചായക്കടയിൽ വെച്ച് ചായ വാങ്ങിക്കൊടുക്കുകയും ആ ജമ്മിത്തത്തിൻ്റെ ആ ധാർഷ്ട്യത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചെറുപ്പം, ആ ത്രസിപ്പിക്കുന്ന വിപ്ലവകാലം അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പാലോളി മുഹമ്മദ് കുട്ടി എന്ന ഒരു നേതാവ് പ്രവർത്തനം ആരംഭിച്ചത്. അത് ആ തുടക്കം മുതൽ ഇന്ന് എത്തി നിൽക്കുന്നത് വരെ അതിനൊരു മാറ്റമില്ലാത്ത ആ പ്രസ്ഥാനത്തിനോട് അചഞ്ചലമായ കൂറും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു വന്ന സത്യസന്ധതയുടെ ആളരൂപമെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു ഇതിഹാസ കഥാപാത്രമാണ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി എന്ന് ഈ പുസ്തകം നമുക്ക് തെളിവ് നൽകുന്ന പല സംഭവങ്ങളും ഈ പുസ്തകത്തിലുണ്ട്.
പാർട്ടി നിരോധിച്ച കാലത്ത് ഒളിവിൽ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ഇദ്ദേഹം പാർട്ടി നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് ഇദ്ദേഹം സഖാവ് ഇസ്ഹാക്കിൻ്റെ പ്രസംഗം, ഇസ്ഹാക്ക് പിന്നീട് CPIയിലാണ് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെയധികം ഇദ്ദേഹത്തെ ആകർഷിച്ചു എന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സഖാവ് പാലോളിയെക്കുറിച്ച് പറയുമ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകേട് ആയിട്ട് പോലും ഒക്കെ എടുത്തുദ്ധരിക്കാറുള്ള ഒന്നാണ്. അദ്ദേഹത്തിന് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ചിലർ അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കാറുണ്ട്. അത്രയ്ക്കും കറകളഞ്ഞ സത്യസന്ധമായ വഴിവിട്ട് ഒന്നും ചെയ്തുകൂടാ എന്നുള്ള മനോഭാവമുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളാണ് പാലോളി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിലൊരു പരാമർശമുണ്ട്, ഒരു സൂചകങ്ങളുണ്ട്. പാലോളി മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഹൈദരലി, അദ്ദേഹം അന്ന് ഗൾഫിൽ ചെറിയ ജോലിയിലാണ്. അദ്ദേഹം ആ ഗൾഫിൽ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഒരു തുണിക്കടയിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ജീവിച്ചിരുന്നു. അന്നും മക്കൾക്ക് വേണ്ടി വഴിവിട്ട് ഒരു ശുപാർശയും നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് പാലോളിയുടെ ഒരു പ്രത്യേകതയാണ്. അത് കഴിവുകേടായി ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാവണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം പൊതുജനമധ്യത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ ജീവിതം. അന്ന് മകൻ ലീവിന് നാട്ടിൽ വന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു മാസത്തെ ലീവിന് വന്നപ്പോൾ, ഇദ്ദേഹം മന്ത്രിയായിരുന്നൊരു കാലത്താണ്, പാലോളി അന്ന് മന്ത്രിയാണ്. സ്വാഭാവികമായും ഈ സുഹൃത്തിൻ്റെ ഹൈദരാലിയുടെ സുഹൃത്തുക്കൾ ധാരാളമായി അദ്ദേഹത്തെ കാണാൻ വരികയും അവർ ശുപാർശക്കാണ് വരുന്നത്. ചില ശുപാർശകൾ നൽകി, ജോലിക്ക് വേണ്ടിയുള്ള ശുപാർശ, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപ്പാനോട്, അതായത് മന്ത്രിയോട് ശുപാർശ നടത്താൻ വേണ്ടി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഹൈദരാലിയെ സമീപിക്കുകയാണ്. അപ്പോൾ ഹൈദരാലി ഇതൊക്കെ വള്ളി വിടാതെ ഉപ്പയായ സഖാവ് മന്ത്രിയായ പാലോളിയോട് പറയുമ്പോൾ സഖാവ് പറയുന്നുണ്ട്, ആർക്കും ഒരാശയം കൊടുക്കരുത്, ഞാൻ വഴിവിട്ടതൊന്നും ഒന്നും ചെയ്യില്ല, കാരണം അതെനിക്ക് പറ്റില്ല, അത് വഴിവിട്ടതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഹൈദരലി മോൻ സൂക്ഷിക്കണം, ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ വരുന്നവരോട് അമിതമായി ആർക്കും ഒരു ആശയം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പൊതു ജീവിതത്തിൽ അങ്ങനെ അഴിമതിയുടേതായോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിൻ്റേതായോ ഒരു കറ പോലും പുരളരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തായപ്പോൾ ഇദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നത്. മകൻ പോയി എന്നാണ് പറയുന്നത്, ഗൾഫിലേക്ക് തിരിച്ചുപോയി. 15 ദിവസം കൂടി ബാക്കിയുള്ള സമയത്താണ് ഈ മകൻ ഹൈദരാലി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്ര, എന്താണ് ഇപ്പോൾ 15 ദിവസം ബാക്കിയുണ്ടായപ്പോൾ ഇനി ഇപ്പോഴത്തേന് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞ മറുപടിയാണ്, ഞാൻ അവിടെ നിന്നാൽ ഈ ശുപാർശക്കാരുടെ എണ്ണം കൂടി വരികയുള്ളൂ, ഉപ്പാക്കാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുമാവും, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും സത്യസന്ധത, മകനും കുടുംബവും, അദ്ദേഹം പാലോളി മാത്രമല്ല, പാലോളിയുടെ കുടുംബവും അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കണമെന്നുള്ള ഒരു ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഈ പുസ്തകം വളരെ ഭംഗിയായി അത് എടുത്തുദ്ധരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഈ സക്കീർ ഹുസൈൻ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് കുട്ടിയായിരുന്ന കാലത്ത് ഇദ്ദേഹം മലപ്പുറത്തിൻ്റെ ടൗണിനോട് ഏതാണ്ട് അടുത്തുള്ള കോടൂര് ചട്ടിപ്പറമ്പ് പ്രദേശത്താണ് ഈ പാലോളി മുഹമ്മദ് കുട്ടിയുടെയൊക്കെ തറവാടും ജീവിതവുമൊക്കെ. കുട്ടിക്കാലത്തെ ഇദ്ദേഹം ഈ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം അതൊന്നും അത്രമാത്രം ഉൾക്കൊണ്ടിരുന്നില്ല എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം ആ ഏരിയയിലൊക്കെ അങ്ങനെയാണ്. അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇന്നത്തെ നമ്മുടെ രാജ്യസഭാ MP, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവുമായ PV അബ്ദുൽ വഹാബിൻ്റെ ഉപ്പ ഷെരീഫ് അലിവുട്ടിയാക്ക എന്ന ആളാണ്. ഇവർ മലപ്പുറത്ത് നിന്നാണ് നിലമ്പൂരിലേക്ക് വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അപ്പോൾ ആ കാലത്ത് ഈ അലിവുട്ടിയാക്ക പാലോളിയോട് പറയുമ്പോൾ പറഞ്ഞിരുന്നത്രേ, ഉപദേശിച്ചിരുന്നു എന്ന് പറയുന്നത്, കുട്ടിയെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നത്, നമുക്ക് ലീഗില്ലേ, അത് പോരെ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പാലോളി അതിൽ അമർശമൊന്നും കൊള്ളുന്നില്ല. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജീവിതകാലം മുഴുവൻ വലിയ സൗഹാർദ്ദത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിപ്ലവ പ്രവർത്തനവുമായി ഒരു നേതാവ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് പാലോളിയുടെ പ്രത്യേകത.
അതുപോലെ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തുണ്ടായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. എറണാകുളം ജില്ലയിൽ ആവോലി പഞ്ചായത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യാർത്ഥം അവിടെയുള്ള പുഴയ്ക്ക് ഒരു പാലം കെട്ടണമെന്നുള്ള ആവശ്യവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കരുണാകരനും സംഘവും ഇയാളെ സമീപിക്കുകയാണ്. കാരണം ആ പ്രദേശത്ത് നിന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകാനും ആസ്പത്രികളിലേക്ക് ജനങ്ങൾക്ക് സഞ്ചരിക്കാനൊന്നും ഒരു മാർഗമില്ലാത്തത് കൊണ്ട് ഈ പുഴക്ക് കുറുകെ ഒരു പാലം വേണം എന്ന് പറഞ്ഞ് സഖാവ് പാലോളിയെ സമീപിച്ചപ്പോൾ സഖാവ് പറഞ്ഞത് അദ്ദേഹം അവിടുത്തെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് നാട്ടുകാരുടെ മനുഷ്യാധ്വാനത്തിൻ്റെ കൂടി സഹായമുണ്ടെങ്കിൽ, നിങ്ങൾ കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. നിങ്ങൾ ശാരീരികമായി അധ്വാനം കൊണ്ടെങ്കിലും സഹായിച്ചാൽ നമുക്കിവിടെ പാലം ഉണ്ടാക്കാമെന്ന് പറയുകയും അങ്ങനെ ആ എസ്റ്റിമേറ്റ് 18 ലക്ഷത്തിനാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചത് 6.5 ലക്ഷം കൊണ്ട് ഈ പാലത്തിൻ്റെ പണി ഇദ്ദേഹം തീർപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർക്കും ഒരു അഴിമതിക്കും ചാൻസ് കൊടുക്കാതെ അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ മികച്ച രീതിയിൽ പണി തീർത്തുകൊണ്ട് 18 ലക്ഷം എസ്റ്റിമേറ്റിട്ടുള്ള പാലം 6.5 ലക്ഷത്തിന് പണി തീർക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് സഖാവ് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹം എത്തുമ്പോൾ ഇദ്ദേഹം ഈ പ്രസംഗത്തിൽ ഇത് സൂചിപ്പിച്ചത്രേ 18 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റുള്ള ഈ പാലം 8.5 ലക്ഷത്തിനാണ് സഖാവ് പാലോളിയുടെ ഇടപെടൽ മൂലം നമുക്ക് തീർക്കാനായത് എന്നുള്ള വലിയ കാര്യം അന്ന് അവിടെ അനൗൺസ് ചെയ്തപ്പോൾ സഖാവ് നയനാർ പ്രസംഗം നിർത്തി അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് പോയി എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലം. ഇദ്ദേഹം ഈ പാലം ഒന്ന് പോയി കാണുകയാണ്. പാലം പോയി കണ്ടിട്ട് ഇദ്ദേഹത്തിന് അവിശ്വസനീയമായി തോന്നി. 8 ലക്ഷം കൊണ്ട് ഇത് തീർത്തു എന്നുള്ളത് വളരെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം നയനാർ അത് പോയി കണ്ടിട്ടാണ് പിന്നീട് പ്രസംഗം തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അന്ന് പാലോളി അതിൽ പറഞ്ഞതായി സക്കീർ ഹുസൈൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ കൂടി ഭാഗമായി നമ്മൾ നടത്തുകയാണെങ്കിൽ, അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾക്കൊക്കെ എന്നും പ്രസക്തിയുണ്ട്. അന്നും ഇന്നും എന്നും എന്നാണ് പറയുന്നത്. ഇത് നടപ്പാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു കോടതിയിൽ ഇദ്ദേഹം ഒരു കുറ്റവാളിയായി ഇദ്ദേഹത്തിന് പിഴ അടയ്ക്കേണ്ട ഒരവസ്ഥ വരികയുണ്ടായി. അതായത് ഇദ്ദേഹത്തിന് വളരെ ബോധ്യമുള്ളൊരു കാര്യം, എന്തായാലും അനുകൂല വിധി വരും എന്നുള്ള ബോധ്യമുള്ളൊരു കാര്യം ജഡ്ജിമാർ കാശ് വാങ്ങി അത് കുറ്റവാളിയായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരാളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മനംനൊന്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജഡ്ജിമാരൊക്കെ പണത്തിൻ്റെ കനം നോക്കിയാണ് വിധി പറയുന്നത് എന്നൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തി. അത് നടത്തിയത് വളരെയധികം കോളിളക്കം ഉണ്ടാക്കുകയും സ്വാഭാവികമായും വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അത് ഏറ്റവും ഉയർത്തിപ്പിടിച്ച് ഒരു CPM-കാരനെ അല്ലെങ്കിൽ പാലോളിയെപ്പോലുള്ള സഖാവിനെ എങ്ങനെ ഇടിച്ചു താഴ്ത്താം, എങ്ങനെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ പിണറായി വിജയനാണ് അത്ര പറഞ്ഞത്, അത് സഖാവ് പാലോളി ആ ചില എന്നൊരു പ്രഥം അവിടെ വെക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് അടച്ചാക്ഷേപിച്ച എല്ലാ ജഡ്ജിമാരെയും അടച്ചാക്ഷേപിച്ച രീതിയിലാണ് ഇത് വന്നത് എന്നുള്ളത് കൊണ്ട് അത് തിരുത്തണം, അതിൽ ക്ഷമ ചോദിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറയുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വ്യക്തമാകുന്ന ഒന്ന്, ഞാൻ ചില എന്നുള്ള പ്രയോഗം അവിടെ നടത്തിയില്ല, ചില ജഡ്ജിമാർ എന്ന് നടത്താത്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു കുറ്റവാളിയായിട്ടാണ് എനിക്കെതിരെ വിധി വന്നത്, ഞാനത് അംഗീകരിക്കുന്നു. എന്താ ചെറിയ ഒരു ദിവസത്തെ തടവോ അല്ലെന്തോ ചെറിയ പിഴയോ എന്തോ ആണ് അത് ഉള്ളത്. എന്തായാലും അത്രമാത്രം സൂക്ഷ്മത ഇദ്ദേഹത്തിനുണ്ട്. അത് തുറന്ന് പറയുന്നതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം കൂടി നമുക്ക് പറയാം, ഈ പുസ്തകത്തിലുണ്ട്. അദ്ദേഹം പാർട്ടി പ്രവർത്തനവുമായി സജീവമായി നടന്നിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ഒരു വിവാഹം വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. വിവാഹം ഉറപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നൊക്കെ ലീവ് എടുത്തൊക്കെ വന്ന് അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിയും അവിടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകളിൽ, കല്യാണത്തിൻ്റെ തലേന്ന് ആണെന്ന് തോന്നുന്നുണ്ട്, ഇതിലെ ഏർപ്പാടുകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അത് വളരെ സന്തോഷത്തോടു കൂടി ഇത് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അറിയിപ്പ് വരുന്നത്, ഈ കല്യാണത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയത്രേ, അവർക്കിതിന് സമ്മതമല്ല എന്ന്. അതിന് കാരണം പറഞ്ഞത് ആങ്ങള സഖാവാണ്, കമ്മ്യൂണിസ്റ്റാണ്, അവർ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് അവർ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അതാണ് ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച സംഭവം എന്നാണ് സഖാവ് പറയുന്നത്. അന്ന് ഉമ്മ ശോഭിച്ച് സംസാരിച്ചു, മറ്റു കുടുംബങ്ങളൊക്കെ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, നീ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ
അതിലുണ്ടായ ഒരു മനോദുഃഖം ഇന്നും എന്നെ വേട്ടയാടുന്നു. സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. അത് അവസ്ഥയൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ തരണം ചെയ്തു. എങ്കിൽ പോലും അത് അദ്ദേഹത്തിന് വളരെ വേദനാജനകമായ ഒന്നായി മനസ്സിലിപ്പോഴും സൂക്ഷിക്കുന്ന ഒന്നാണെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, വളരെ എളിമയാർന്ന ജീവിതം നയിച്ച പാലോളിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. CPM-കാരെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കുറിച്ചൊക്കെയുള്ള മറ്റൊരാരോപണം, ഇവർക്ക് മതമില്ല, ജാതിയില്ല, ഇവർ മതസ്ഥാപനങ്ങളിലൊന്നും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം കൈരളി ചാനലിൻ്റെ പിരിവിനായി ദുബൈയിലും സൗദി അറേബ്യയിലൊക്കെ വന്നപ്പോൾ ജിദ്ദയിലെത്തുകയും ജിദ്ദയിൽ പിണറായി വിജയനും അതുപോലെയുള്ള വിജയരാഘവനും പാലോളിയുമൊക്കെയാണ് ഈ പിരിവിൽ വന്നിരുന്നത്. ആ കാലത്ത് ഞാനും ജിദ്ദയിലുണ്ട്, എനിക്കത് അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ വന്നിരുന്ന ആ കാലത്ത് ഈ പാലോളിയുടെ സുഹൃത്തുക്കൾ, മലപ്പുറത്തുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ടല്ലോ ഈ ജിദ്ദയിലൊക്കെ, നമ്മൾക്ക് മക്കത്തൊന്ന് പോവുകയല്ലേ എന്ന് ചോദിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം പോയേക്കാം എന്ന് പറയുകയും കഅബ സന്ദർശിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. കഅബ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ തവാഫ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ആ കർമ്മത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും വിധി പറയാൻ ആളല്ല, ഞാൻ അത്ര വലിയ മതവിദ്യാഭ്യാസം നേടിയ ആളുമല്ല, പക്ഷേ മതങ്ങളിലുള്ള എല്ലാ നന്മയും ഞാൻ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പക്ഷം. ഇങ്ങനെയൊക്കെയുള്ള വളരെ മികച്ച ഒരു ജീവിതം നയിച്ച സഖാവ് പാലോളിയെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ ഇമ്പിച്ചുവ വരുന്നുണ്ട്, സഖാവ് കുഞ്ഞാലി വരുന്നുണ്ട്, ഇസ്ഹാക്ക് വരുന്നുണ്ട്, EMS വരുന്നുണ്ട്. EMSനോടുള്ള അടുപ്പം ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു കൈപ്പുസ്തകം, എങ്ങനെ ഒരു സഖാവിന്, ഒരു വിപ്ലവകാരിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്ന് വളരെ ലളിതമായ ശൈലിയിൽ, സരളമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന സക്കീർ ഹുസൈൻ എഴുതിയിട്ടുള്ള ചുവന്ന മണ്ണും നടന്ന പാതകളും എന്ന പാലോളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ചുള്ള ഈ പുസ്തകം നമ്മുടെയൊക്കെ വായനയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുസ്തകം പരിചയപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.